ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രാവിലെ കുറച്ച് നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിന്ന് തേങ്ങ അരച്ച് നല്ല അടിപൊളിയായിട്ട് വെക്കാൻ പോവാണേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഞണ്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ തോട് പൊളിച്ചെടുക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പിന്നെ നമ്മൾ പൊളിച്ചതിന് ശേഷം പിന്നീട് ഇത് കഴുകത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പൂക്കളൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ 1-2 വട്ടം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് സിമ്പിളായിരിക്കും. ഇനി നമുക്ക് ഈ ഞണ്ടിൻ്റെ കാലൊക്കെ ഒന്ന് ഒടിച്ചെടുക്കണം കേട്ടോ. ഈ വലിയ 2 കാലുകൾ നമുക്ക് ഒടിച്ചിടണം. എന്നിട്ട് ഈ ചെറിയ കുഞ്ഞ് 2 കാലുകളും കൂടെ ഒടിച്ച് കളയണം. അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ കുഞ്ഞ് കാലുകളുടെ തുമ്പും കൂടെ അതുപോലെ ഒടിച്ച് കളയണം. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമുക്കിന്ന് എന്തുവായാലും നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഞണ്ടാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല മാംസവും കാണും ഉള്ളിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നടുവേ കൂടൊന്ന് മുറിച്ച് കൊടുക്കണം. മുറിച്ചിട്ടിട്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ഞണ്ടിൻ്റെ ഉള്ളിലൊരു വേസ്റ്റ് ഉണ്ട് കേട്ടോ, അതിൻ്റെ വായുടെ ഭാഗത്ത്. അത് ആ കഴിക്കുന്നതിൻ്റെയൊക്കെയാണ്. അത് എളുപ്പമാണ് എടുക്കാൻ കേട്ടോ. അതൊരു സഞ്ചി പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നമുക്ക് വേണ്ട, അതെടുത്ത് കളഞ്ഞിട്ട് അതിനുള്ളിലിരിക്കുന്ന ഇത് പരിഞ്ഞിലാണേ, അതും കൂടെ നമ്മൾ കറി വെക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ള് ഞണ്ടെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനെ കൊണ്ട് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. മുളക് പൊടിയും അതിന് ശേഷം ഒരു നുള്ള് മതി കേട്ടോ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട്, പിന്നീട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു 2-3 അല്ലി ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഏത് ചട്ടിയിലാണോ നിങ്ങൾ കറി വെക്കുന്നത് ആ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരല്പം കുറച്ച് മാത്രം മതി കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് അതൊന്ന് ചൂടാക്കണം. ഇതിൽ നമ്മൾ കടുവൊന്നും താളിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് മൊരിയൊന്നും വേണ്ട, ചെറിയ രീതിയിലൊന്ന് വഴറ്റണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇട്ടാൽ മതി. ഇനി നമുക്ക് അരപ്പ് ചേർത്തിട്ട് വേണം കുറച്ചും കൂടി ഉപ്പ് ചേർക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു മണമൊക്കെ കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് എത്രയാണോ ആവശ്യത്തിന് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങാക്കറി ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ പറ്റിപ്പോവും കേട്ടോ, കുറുകിപ്പോവും. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളം തോനെ ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തോട്ടുപുളിയും കൂടി ചേർത്ത് കൊടുക്കണം. തോട്ടുപുളിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഇളക്കിയിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കണം. നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടത് അതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇനി ആ അരപ്പ് നല്ല പോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഓരോ ഞണ്ടുകളായിട്ട് പറക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് വിസ്താരമുള്ള പാത്രത്തിൽ തന്നെ വെക്കണം കേട്ടോ, എന്നാലേ നല്ല രീതിക്ക് ഇത് ഇരുന്ന് വെന്ത് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മളെല്ലാം പറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കറി നല്ല രീതിക്ക് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിളച്ച് നല്ല പോലെ പറ്റി ഈ ഒരു പരുവമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിനി തീ കുറച്ചിടാം കേട്ടോ. കുറച്ചിട്ടിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് പറ്റിപ്പോവും. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ഇനി വേറൊരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചുവന്നുള്ളി, ചെറിയ ഉള്ളി അതും കൂടെ ചേർത്തിട്ട് 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കണേ. മൂപ്പിച്ചെടുത്തിട്ട് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ മാത്രം ആയാൽ മതി, കരിയാതെ ശ്രദ്ധിച്ചോണം. തീ കുറച്ചിടണം. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ താളിച്ചത് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ നിങ്ങൾ എന്തായാലും തേങ്ങ അരച്ച് ഞണ്ട് കറി വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഞണ്ട് സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസായിട്ട് കാണുന്നവരെ ബായ്.